ആ നായികക്കൂടം എന്ന് പറയുന്നത് സ്വർണ്ണം കേട്ടോ. ആ സ്വർണ്ണമാണ്, ടൈറ്റ് സാധന. പിന്നീട് 1744 കാലഘട്ടത്തിൽ സ്വർഗദേവ് പത്മസിംഹ ഇത് ഇഷ്ടിക കൊണ്ട് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. നമുക്കത് ഏറ്റവും അവസാനം ആംഗ്ലോ ബർമീസ് വാർ വന്നപ്പോഴാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ കജ്ജിന്ന് പരിപാടി പോണത്. ഹായ് ചെങ്ങന്മാരല്ലേ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെങ്ങന്മാരെ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു എന്താ പറയുക പെടൽ വിട്ട് അവിടെ ശരിയായും ചെയ്തു. നമ്മുടെ ഒരു 3-4 കണ്ടൻറ്റുകളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പെൻഡ്രൈവിലാണ്. പക്ഷെ പെൻഡ്രൈവ് രാവിലെ നോക്കുമ്പോൾ കാണാമല്ല, തരില്ല കിട്ടിയോ നിർത്തേണ്ടി വരും കരുതി. ഞങ്ങൾ പോയ വഴിയൊക്കെ പോയി നോക്കി. പാൻറ്റിൽ ഞാൻ സാധാരണ ഉണ്ടല്ലേ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം കേട്ടോ അത്. പെട്രോൾ പമ്പ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ്. പിന്നെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു റോഡ് സൈഡിൽ. ഇന്നലെ ഇവിടെ കിടന്നതിലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ല അല്ലേ. രാവിലെ വന്നിട്ട് അയലോക്കത്തെ ചെക്കന് ആരാ എന്താ ഇങ്ങനെ അപ്പോൾ ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്, ഇന്നലെ വരാതെ. ഏതായാലും ഓക്കെയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ശിവസാഗർ ടാങ്ക്, ശിവഡോൾ, ദേവി ഡോൾ, പിന്നെ വിഷ്ണു ഡോൾ, അങ്ങനെ ഒരു എന്താ പറയുക ക്ഷേത്രം, അങ്ങനെ സംഭവമാണ്. ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞുതരാം അല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ തന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകുക എല്ലാവരും. വിടാതെ പിടിക്കുക, ഞങ്ങളും തന്നെ നിങ്ങളെ വിടാതെ കത്ത് സൂക്ഷിക്കുന്നതാണ്. എന്നാ പിന്നെ ഇറങ്ങല്ലേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടോ. ഇതാണ് ടാങ്ക്, ശിവസാഗർ ടാങ്ക്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഇതൊരു മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ പക്ഷെ നമ്മൾ കയറുന്നില്ല. വണ്ടി അവിടെ ഒഴിഞ്ഞ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ ശിവഡോൾ, വിഷ്ണുഡോൾ, ദേവി ഡോൾ എന്ന് കൊടുത്തിട്ട് അതിൽ അവിടേക്കൊക്കെ പോവതിലാണോ ഡൗട്ടുണ്ട്. ഇത് ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ. ആ നായികക്കുടം കണ്ട അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവിടേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ടാങ്കിനൊന്ന് ശരിക്കും കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോയത്. ഇതാണ് ശിവസാഗർ ടാങ്ക് എന്ന് പറയുന്നത്. ഇത് 1973 അഹോം രാജവംശത്തിലെ അംബിക രാജ്ഞി നിർമ്മിച്ചിട്ടുള്ള ടാങ്കാണ്. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കേട്ടോ, നല്ലൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ വെള്ളത്തിലുണ്ടാവും എന്നുള്ളതാണ്. അവിടെ കുറേ അരയന്നങ്ങൾ, താറാവുകളൊക്കെ ഉണ്ടല്ലേ. ആദ്യമൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാറുണ്ട്, പക്ഷേങ്കിൽ ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അവിടെ ഗേറ്റ് അടച്ചാണ്. മൊത്തത്തിൽ 257 ഏക്കറിലാണ് ടാങ്ക് അന്ന് നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം 129 ഏക്കറിലായിട്ട് ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് 129 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഏക്കറാണ് നമ്മൾ ഈ കണ്ണിൽ കാണുന്നത് അല്ലേ. അത്ര ഏക്കറിലാണ് ഈ ഒരു ടാങ്ക് കിടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൺസൂൺ കാലമായാലും വേനൽക്കാലമായാലും ഈ ടാങ്കിലെ വെള്ളം വറ്റാറില്ല, ഒരേ അളവിലായിരിക്കും. പിന്നെ അത്ര വലിയ വൃത്തിയിലൊന്നല്ല ഇവർ സൂക്ഷിക്കണം കേട്ടോ അല്ലേ. ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ട് വൃത്തി സൂക്ഷിക്കണ്ടേ. പിന്നെ നമ്മളെ ബാക്കിൽ കാണുന്ന ഇതാണ് ശിവഡോൾ എന്നാണ് മനസ്സിലാക്കി. ഡോൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രം, അതായത് ആസാമിലെ പ്രാദേശിക ഭാഷയാണ് ക്ഷേത്രങ്ങളെ ഈ ഡോൾ എന്ന് പറയുന്നത്. അത് ക്ഷേത്രം തന്നെയാണ്. ഡോൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്നെ, ശിവക്ഷേത്രം, അങ്ങനെ ശിവ ഡോൾ. ഓക്കെ, അതേപോലെ തന്നെ വിഷ്ണു ഡോൾ, ദേവി ഡോൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ ഈ എന്താ ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ശിവഡോളിലേക്കാണ്. സംഭവമാണല്ലേ. വെൽക്കം ടു ശിവഡോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാമറ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക കയറി ഒക്കെ ആദ്യം. ക്ഷേത്രം മാത്രമല്ല, നല്ല പച്ചപ്പും പുല്ലൊക്കെ പതിപ്പിച്ച് അതിഗംഭീരമായൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ പൂജാകാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ, ശിവഡോളിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഗോപുരം ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിലെ ശിവക്ഷേത്രങ്ങളുടെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഗോപുരമാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം കൂടിയാണിത്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗോപുരത്തിന് ഏതാണ്ട് 104 അടി ഉയരമാണ് ഇതിനുള്ളത്. അതിൻ്റെ മേലെ കാണുന്ന ആ ഒരു 4 എന്താ പറയുക വൃത്താകൃതിയിലുള്ള നായികക്കൂടം നിൽക്കുന്നതിന് താഴെ വരുന്ന ഭാഗം, ആ നായികക്കൂടം എന്ന് പറയുന്നത് സ്വർണ്ണം കേട്ടോ. സ്വർണ്ണമാണ്, ടൈറ്റ് സാധന സ്വർണ്ണമാണ്.
പിന്നെ അത് ഒരു 8 അടി ഹൈറ്റിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ഭാഗത്തും 4 ഗോപുരങ്ങളായിട്ട് അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റു ഡോളുകളൊക്കെ ഉള്ളത്, മറ്റു ക്ഷേത്രങ്ങളും ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ അടിഭാഗം, ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ചുമര് ഭിത്തി എന്ന് പറയുന്നത് ഏകദേശം 195 അടിയാണ്. ഏകദേശം അല്ല, 195 അടിയാണ് ഇതിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് ചരിഞ്ഞോ, ഈ സൈഡേ ചെറുതായിട്ട് ചരിഞ്ഞോ അല്ലേ, കുറച്ച് അല്ലേ. പിന്നെ അത് മാത്രമല്ല, ചുവരിൻ്റെ സൈഡുകളിലൊക്കെ, ഭിത്തികളിലൊക്കെ ധാരാളം പൂക്കളും ദേവീ സാങ്കല്പിക ചിത്രങ്ങൾ, അതായത് 2 കൈകളുള്ളത്, 2, 4, 6, 8, 10, 16 കൈകൾ വരെയുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ക്ഷേത്രം കുറച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കുറേയൊക്കെ ഏറെക്കുറെയൊക്കെ എന്താ പറയുക, ക്ഷേത്രത്തിൻ്റെ ഭിത്തികളൊക്കെ ബലക്ഷയം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വർഷമായില്ലേ. ഇതും തന്നെ അഹോം രാജവംശത്തിലെ അംബിക തന്നെയാണ്, രാജ്ഞിയായിട്ടുള്ള അംബിക തന്നെയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം ടാങ്ക് നിർമ്മിച്ചു, അത് കഴിഞ്ഞിട്ട് ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് നവരാത്രി ഉത്സവമാണ് അല്ലടാ. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ഇന്ത്യയുടെ നാനാ ഭാഗത്തുള്ള എന്താ പറയുക പൂജാരിമാരൊക്കെ വന്ന് പൂജയും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ ഇത് നമ്മുടെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നല്ലോണം ശിലകളൊക്കെ, അതായത് ഓരോ ചിത്രപ്പണികളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. ഇത് സത്യം പറഞ്ഞത് ഇവിടുത്തെ ഒരു എന്താ ക്ഷേത്രമായിട്ട് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു പാർക്ക് പോലെയും കൂടിയാണ്. ആളുകൾക്കൊന്ന് ഒരു സായാഹ്ന നേരം വന്നിരിക്കാനൊക്കെ പറ്റുന്ന, കുടുംബത്തോടൊത്ത് വന്നിരിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ്. 1971 1978 ഇടയിലായിട്ടാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശിവരാത്രിയൊക്കെ അതിഗംഭീരമായ പരിപാടി ഇവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ. ശിവരാത്രിക്കൊക്കെ വരുവാണെങ്കിലേ നല്ല പരിപാടി ഉണ്ടാവില്ല. പിന്നെടാ കണ്ടങ്ങൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ്, മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം കണ്ട. പിന്നെ വിഷ്ണു ഡോളിലേക്കുള്ള പ്രവേശന കവാടമാണത് അല്ലേ, പ്രവേശന കവാടം. വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ എന്താ കടന്നൽക്കൂടിൻ്റെ ഒക്കെ ഒരു മാതൃകയിലാണ്. കടന്നലിൻ്റെ കൂടുണ്ടല്ലോ, ഇപ്പോൾ അതും ഇനി ദേവീക്ഷേത്രമാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഇത് കുറച്ചും കൂടി ഒരു കടന്നൽക്കൂടിൻ്റെ ഒക്കെ ഒരു മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ്. ഇവിടെ തന്നെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ട്, അതായത് രഥയാത്രയും പിന്നെ ക്ഷേത്രത്തിൻ്റെ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വിഷ്ണു ഡോളും, അതായത് ശിവഡോളിൻ്റെ ശിവഡോളാണ് കാണുന്നത്. അത് നേരെ പുറത്തന്നെ ഉള്ളതാണ് വിഷ്ണു ഡോൾ എന്ന് പറയുന്നത്. വിഷ്ണു ക്ഷേത്രം, വൈഷ്ണവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ വിഷ്ണു നടറിയാം, വിഷ്ണു. അത് ഞാൻ എൻ്റെ പേര് പലയിടങ്ങളിലും പല ആളുകളോടും, ഇപ്പം നമ്മൾ ഓരോ ഏരിയകളിലേക്ക് പെർമിറ്റ് എടുക്കാനൊക്കെ എൻ്റെ പേരിനെ ഞാൻ പറയുമ്പോൾ, ഞാൻ വിഷ്ണു എന്ന് പറയുമ്പോൾ അവർ പറയും വിഷ്ണു, അവർ വിഷ്ണു എന്ന് എഴുതാം, ബി എന്ന് എഴുതാം അല്ലേ. ഞാൻ പലവട്ടം നോക്കിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഫുള്ള് വിഷ്ണു ആയിക്കാരാണ്. ഈ ക്ഷേത്രം തന്നെ നല്ല ഭംഗിയുണ്ടല്ലോടാ. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഗോപുരത്തിൽ മാത്രമല്ല, ഇവിടെയും തന്നെ ശില്പങ്ങളൊക്കെ കൊത്തിയിട്ടുണ്ട് അല്ലേ. ഇവിടെയും ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. പിന്നെ ഇതും തന്നെ ടൈറ്റാട്ടാ, വെറും ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. എന്താ അല്ലേ, ഇപ്പൊ കണ്ടിട്ട് ഒരു ഇത് കിട്ടില്ല, സ്ഥലത്തില്ല. എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്ന ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അമ്പലത്തിൽ വന്ന ഫീൽ ബുക്കിന് കിട്ടണില്ല അല്ല. മൊത്തത്തിലൊരു പാർക്ക് ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ക്ഷേത്രം സന്ദർശിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഒരു എന്താ പറയുക, ഒരു പാർക്ക് ടൈപ്പ് അല്ലേ, കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ക്ഷേത്രം കാണിച്ചു കൊടുക്കാനൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന്. പിന്നെ ചരിത്ര പ്രസിദ്ധമായുള്ള സ്ഥലമല്ലേ, അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീണ്ടും ശിവഡോളിൻ്റെ അടുത്തിട്ടുണ്ട്, ശിവക്ഷേത്രത്തിൻ്റെ അടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കാണുന്നതാണ് ദേവിയുടെ അല്ലേ, ദുർഗാദേവിയുടെ ക്ഷേത്രമാണ്. അവിടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ല, പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരെ നമുക്ക് ഇതിനകത്ത് കൂടെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കാം. ഇവിടെ ചെരുപ്പ് ഊരിയാൽ മതി. അത് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മാത്രം ചെരുപ്പ് ഊരിയാൽ മതി.
അങ്ങനെ ഞങ്ങൾ ദുർഗാക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദുർഗാ പൂജ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എന്താ പറയുക, കൊള്ളാം. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കയറുന്നില്ല. ഇവിടെ ഇതുവരെ ഉള്ളൂ ഞങ്ങൾക്ക് പ്രവേശനം, അതിനപ്പുറത്തേക്കില്ല. ഇതെന്താ, അതൊക്കെ ഇവിടെ എന്തെങ്കിലും പൂജ നടക്കുമ്പോൾ അല്ലേ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. ചുറ്റും ഒന്ന് പോയോക്കാം നമുക്ക്. ചുറ്റുമുള്ള അന്തരീക്ഷം കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിടത്തോളം ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ആംബിയൻസ്. അതാണ്. പിന്നെ ക്യാമറ അലൗഡാണ്, നിയന്ത്രണമല്ല, എല്ലാം കൊണ്ടും അല്ലേ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് പറയാം. നമ്മൾ ദേവീ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒന്ന് പോകാമെന്ന് കരുതി. ഇവിടെ തന്നെ ദേവി സങ്കല്പികമായിട്ടുള്ള ശില്പങ്ങളൊക്കെ കൊത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ടൈറ്റാട്ടാ, നല്ല ദമ്മിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഈ പറഞ്ഞ പോലെ എത്രയോ വർഷം പഴക്കമുണ്ടല്ലേ. ഇതൊന്നും ശിവടോളിൻ്റെ അത്ര ഹൈറ്റ് ഇതൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ചെറുതാണ്, അതാണ് ഏറ്റവും വലുത്. ഇതും ചെറുതാണ്, പക്ഷേ എങ്കിൽ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ഭാഗത്തൊക്കെ ചിലയിടങ്ങളിലൊക്കെ അതാ പറഞ്ഞത്, എന്താ പറയുക, ചെറിയ രീതിയിലൊക്കെ നശിച്ചുകൊണ്ടിരിക്കുവാണ്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിലൊക്കെ പലയിടങ്ങളിലും പൊട്ടലും വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർഷം കുറേ ആയില്ലേ. ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് അല്ലേ. നല്ല തിരക്കായിട്ടപ്പാടെ. ഇവിടെ പിന്നെ മൊത്തത്തിലുള്ള ശിവസാഗറിൻ്റെ ഒരു കാഴ്ചയാണ്. ശിവസാഗറിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജാ വസ്തുക്കൾ, കാര്യങ്ങൾ, കുട്ടികളെ പറ്റിക്കാനുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങൾ മൊത്തത്തിൽ ക്ഷേത്രത്തിനൊന്ന് ചുറ്റി കറങ്ങി പോകുന്നു അല്ലേ. പിന്നെ എന്താ, ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പണി തീർത്തു എന്ന് പറയുന്നവരുണ്ട്. ശരി, അതിൽ നമ്മൾ അത്ര അല്ലേ വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ കുളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് മൊത്തത്തിൽ ഇത് നമ്മൾ പറഞ്ഞ വെള്ളത്തിൻ്റെ ആയുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ, അതായത് 64 അടിയോളം താഴ്ചയുണ്ട്. അതിൽ വെള്ളം നിൽക്കുന്നതാണ് മൊത്തത്തിൽ പറഞ്ഞ മാതിരി 24, 25, 26 അടിയൊക്കെയാണ് വെള്ളം നിൽക്കുന്നത്. അതിന് മേലേക്ക് വെള്ളം വരില്ല, വെള്ളം കുറയില്ല. ക്ഷേത്രത്തിൻ്റെ പുറത്തു കൂടെ ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഏതായാലും കൊള്ളാം, പൊളി. ക്ഷേത്രത്തിൽ നിന്ന് വരിക നേരെ ചിക്കനും മുട്ടി ചോറ് കഴിക്കാം. നമ്മുടെ കയ്യിൽ ഇത് ഉള്ളതാണ്, ഇത് കളയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത സ്ഥലം പോകേണ്ടത് ശിവസാഗറിൽ തന്നെ അഹോം രാജവംശത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാണ്ട് മതി അല്ലേ. പിന്നെ ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ടാണ് നമുക്ക് ഇറങ്ങിച്ചില്ല. പാർക്കിംഗ് ഉണ്ട് ഇവിടെ, അതന്നെ ഒരു സുഖമാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഫ്രണ്ട് കൂടെ നമ്മൾ കണ്ട റോഡില്ലേ, അതിലങ്ങനെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിനി പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആംസി തിയേറ്റർ കാണാൻ വേണ്ടിയിട്ടാണ്. ആളുകളല്ലടാ, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. സ്കൂളിൽ നിന്ന് വന്നത് സ്റ്റുഡൻ്റാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ, എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. അല്ല അതിപ്പോൾ നമ്മളവിടെ ആണെങ്കിൽ കൊണ്ടുപോകും, പക്ഷേ നമ്മളിങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ചരിത്രത്തിലെ നല്ല സ്ഥലമല്ലേ, ഉണ്ടാവും. എന്തൊരു ടൈറ്റ് ചെയ്തിട്ട് അമ്പലത്തിന് മുമ്പ് കൂടെ ഇവിടെ പോണ വഴിയാണ്. ചെങ്ങായി കയറാൻ അയക്കാതെ ചവിട്ടിക്കല്ല ബനല്ല ഈ കാറാണ്, നമ്മളെ കയറ്റണില്ല. ശിവസാഗറിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും എന്താ പറയുക, വൺ വേ ആയിട്ടാണ് കൊടുക്കല്. അല്ല എന്താ പറയുക, ഒതുക്കുണ്ട് കേട്ടോ. ഒതുക്കെന്ന് പറഞ്ഞാൽ തിരക്കുണ്ട്, പക്ഷെ വണ്ടി നിർത്താൻ ഗ്യാപ്പ് ടൗണിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ കണ്ട കാറുകൾ നിർത്തിയിട്ട്, ഈ സൈഡ് ബൈക്ക് നിർത്തിയാണ്. അതെ, വണ്ടിയായിട്ട് പോകുന്നത് ഞാൻ നിർത്താൻ സ്ഥലമില്ലാത്തൊരു കേസൊന്നും ഇല്ല. നേരത്തെ വരുന്നത് നിർത്താം. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആംഫി തിയേറ്ററിൻ്റെ എന്താ പറയുക സ്ഥലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അല്ലേ. സംഭവം സൂപ്പറാട്ടാ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പോവാം. അപ്പോൾ നമ്മളും അതേമാതിരിയാണ് വരുന്നത്, ഇവരും അതേമാതിരിയാണ് വരുന്നത്. അവിടെ തിരക്കാണ് അല്ലേ. 3-4 സ്കൂളുകളുണ്ട്. ഓ സംഭവം കൊള്ളാട്ടോ. ഇത് ശരിക്ക് എന്താ അഹോം രാജവംശത്തിൻ്റെ ഒരു കായിക വിനോദങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു തിയേറ്ററാണ്. അതായത് ഇത് നമുക്കതിൻ്റെ മേലേക്ക് കയറിയാൽ ശരിക്ക് അതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം.
ഇത് അവരുടെ ഒരു എന്താ ട്രഡീഷണൽ ബോട്ടുണ്ട്. ആ ഒരു ബോട്ടിനെ കമഴ്ത്തി വെച്ച രൂപത്തിലാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂരയിൽ കാണാൻ പറ്റും 2 തലഭാഗങ്ങൾ. അതെന്ന് പറയുന്നത് മുതലകളെ 2 ഇരട്ട മുതലകളെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അതിനടുത്തേക്ക് പോയിട്ട് നോക്കാം. അവിടെയാണ് ഇഷ്ടംപോലെ ആളുകളാണെന്ന് പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ആളുകളാണ്. അന്ന് ഇവരുടെ പ്രധാന ഉത്സവമായ റംഗോലിയൊക്കെ നടന്നിരുന്നത് അതിൻ്റെ തുടക്കമൊക്കെ ഈ ഒരു ഗ്രൗണ്ടിലായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്താ പറയുക ഒന്ന് സെറ്റപ്പായി. അതായത് ഇപ്പോഴത്തെ ഈ പുല്ല് കാര്യമൊന്നും അന്ന് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ കട്ടയൊക്കെ വലിച്ച് സെറ്റാണ്. ഇഷ്ടിക വഴിയാട്ടോ, ഇഷ്ടിക പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ സംഭവം. നമ്മൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് എന്താ സ്വർഗ്ഗദേവ രുദ്രസിംഹയുടെ ഭരണകാലത്ത് മുളയും മരവും കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നീട് 1744 കാലഘട്ടത്തിൽ സ്വർഗ്ഗദേവ് പത്മസിംഹ ഇത് ഇഷ്ടിക കൊണ്ട് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. നമുക്കതിനകത്ത് കയറിയല്ലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് കവാടങ്ങളായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ മേലെയായിരുന്നു രാജാക്കന്മാരൊക്കെ ഇരുന്നിരുന്നത്. അതായത് രാജകുടുംബങ്ങളും, അതായത് രാജാവിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ എന്താ പറയുക കായിക വിനോദങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നത് അതിന് മേലെ ഇരുന്നിട്ടായിരിക്കാം. പിന്നെ ഈ ഒരു ഹാളിനകത്തേക്ക് വരിക കൊള്ളാല്ലേ, ആർച്ച് രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ കവാടം. പിന്നെ ഇതിന് എന്തൊക്കെ കേടുപാടുകൾ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണ് ആ പൊട്ടാണല്ലേ, ആ പൊട്ടാണ്. അതിലൊക്കെ വിളിച്ച കാര്യങ്ങൾ കണ്ടോ, കറക്റ്റ് സെൻറ്ററിൽ കൂടെയാണ് അവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം അടുത്ത് നടന്ന സർവേയിൽ പറയുന്നത് കറക്റ്റ് സെൻറ്റർ ഭാഗത്തു കൂടെയാണ് വിളിച്ച വന്നിട്ടുള്ളതെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം ഇത് ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് കാലം ഒരുപാട് പേർക്ക് കാണാൻ വേണ്ടി നിലനിൽക്കണം എന്നൊരാഗ്രഹം നമുക്കും ഉണ്ട്, നിലനിൽക്കട്ടെ. പിന്നെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടല്ല കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് അവർ നിർമ്മിച്ചിട്ടുള്ളത് മുട്ടയുടെ വെള്ള, പിന്നെ അരിപ്പൊടി, പിന്നെ ഇവിടുത്തെ ഒരു മീനുണ്ട്, ഒരു ഫിഷ്, അതൊക്കെ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടിക അല്ല, അത് പൊടിച്ചിട്ട് മീനിനെ ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ കൊഴുപ്പ് അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മീനിൻ്റെ പൊടിയൊക്കെ ചേർക്കാനുള്ള കാരണം അതിന് ഉള്ളിൽ അകത്ത് തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്കുള്ള പൂക്കൾ കൊണ്ടുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലർ പോലെയൊക്കെ അല്ലേ, കൊള്ളാട്ടാ. മേലെ കയറി വെക്കല്ലേ. ഇവർ പരമാവധി നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. വേണ്ട, സെൻറ്ററിൽ കൂടെയാണ് പോയിട്ടുള്ളത്. ഒരു വിളിച്ചാണ്. ഇപ്പോഴും അതിനെ ആകാന്ന് ശരിക്കൊന്ന് കാണാൻ വേണ്ടി പറ്റിയ കേട്ടോ. കാരണം ആ കൊച്ചയും പുള്ളി മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ടേ എന്താ ഇപ്പോൾ കാട്ടണത്. ഇതാണ്ടോ ഇതാണോ മുതല പറഞ്ഞത്? ആംഫി തിയേറ്ററിലേക്ക് കയറാനുള്ള വഴിയാണത്. ഇതുവഴി നമുക്ക് അങ്ങോട്ട് കയറി പോവാം. മേലെ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേഗം കയറിയിട്ട് അവിടുത്തെ യേശുവിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കയറണം അല്ലേ. അന്നത്തെ രാജാവിൻ്റെ ടീംസും ഇവിടെ നിന്നിട്ടായിരിക്കും കായിക വിനോദങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കാളപ്പോരൊക്കെ നടത്തുന്നതിൻ്റെ ഒരു പ്രതീകം. അതുപോലെ തന്നെ ഇവിടെ ഗുസ്തി, ഇവിടെ കാര്യമായിട്ട് നടന്നത് കാളപ്പോര്, കോയിത്തല്ല്, ഗുസ്തി, പിന്നെ ആന കൊണ്ടുള്ള എന്തൊരു പരിപാടി നടന്നത് അവിടെ ആക്കണ നേരെ മുന്നിൽ നമ്മുടെ ദേശീയ പതാക അല്ലേ. പിന്നെ ഇവരുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ആഘോഷങ്ങൾ, അത്തരം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നത്. പിന്നെ അവരുടെ മറ്റു പല പരിപാടികളും ഉണ്ടാവുക. എന്തോ അതിനെക്കുറിച്ച് വലിയ അറിവില്ല. മേലെ നല്ല തണുപ്പ്, അതുപോലെ തന്നെ കാറ്റ് കയറുക, അങ്ങനെയൊക്കെ നല്ല രസകരമായിട്ട്, അതായത് നമുക്ക് നിൽക്കാൻ തോന്നുന്ന ഒരു ഫീലാണ് അവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം പൊടികളും എന്താ പറയുക സിമെൻറ്റ് ഉപയോഗിക്കാതെയൊക്കെ ചെയ്തത്. അതായത് സ്ട്രോങ്ങാണ്, നല്ല സ്ട്രോങ്ങില്ല ചെയ്തത്. പക്ഷേ എങ്കിൽ എന്താ ഇപ്പോൾ വർഷം കുറേ ആയില്ലേ, അപ്പോൾ അതിനേതായാലും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്, നശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞ ഈ ഗ്രൗണ്ട് മൊത്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ രാജാക്കന്മാർക്ക്, രാജകുടുംബത്തിനും രാജാവിനും ഒക്കെ ഇവിടുത്തെ ഫുൾ കായിക വിനോദങ്ങളും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ചുണ്ണാമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ പറയാൻ മറന്നതാണ്. പിന്നെ ഇനി പോകുന്നത് ഹാം രാജവംശത്തിൻ്റെ അവസാന തലസ്ഥാനത്തേക്കാണ്.
തലസ്ഥാന നഗരിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അതെ വണ്ടി എടുക്കുകയാണ്. ഇവിടെ തന്നെ കേട്ടോ, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. തിരിഞ്ഞ് പോകണം. മെയിൻ റോഡിനകത്ത് ഇത് നടന്നു പോകാനുള്ള കുളശീല. നമ്മൾ വണ്ടി ഉണ്ടാക്കുന്നത് വണ്ടി കൊണ്ടിരുന്ന് സുഖിച്ച് അവിടെ അവിടെ നമ്മൾ നെക്സ്റ്റ് എടുക്കാന്ന് നമ്മൾ നോക്കിയില്ല. നോക്കട്ടെ, നെക്സ്റ്റ് നമുക്ക് ഇവരുടെ പറ്റുവാണെങ്കിൽ ഫസ്റ്റത്തെ തലസ്ഥാനം അല്ലേ, ആദ്യത്തെ തലസ്ഥാനത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതൊന്നും പോകാം. അപ്പം രാജവംശം ഇവിടെ നമ്മൾ റൈറ്റ് പോകണം. അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഏറിപ്പോയൊരു 1/2 കിലോമീറ്റർ അല്ലേ ഇത് നടക്കാതെ ഞങ്ങളെ കവാടത്തെത്തി. നവദ്വാർ എന്ന് പറയുന്ന ഒരു കവാടമാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്, തലസ്ഥാന നഗരിയിലേക്ക്. അവിടെ കുറച്ച് ദൂരം പോകണം. ഇതിനൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല കേട്ടോ, നല്ല പാർക്കിംഗ് ഉണ്ട് ഇവിടെ. പാർക്കിംഗ് അടിപൊളിയാണ്. ഇവിടെ എല്ലാ പാർക്കിംഗ് കുറച്ച് അതിൻ്റെ അടുത്താണ്. ഇവിടെയൊക്കെ പക്ഷെ നമുക്ക് വണ്ടി നിർത്തി കാണാം. ഇവിടെയൊക്കെ വണ്ടി നിർത്താം, കുറച്ച് നേരം നിൽക്കാം, ഒക്കെ പറ്റും. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവം എന്തറിയില്ല, ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റാണ് സംഭവം. നമ്മൾ ഇതിനകത്തേക്ക് കയറണം. അതിനകത്തേക്ക് കയറാൻ ടിക്കറ്റ് കാര്യമൊക്കെ ഉണ്ടാവും. ഒക്കെ നിർത്തി സെറ്റാവട്ടെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ആഹാ, ഇവിടെ തന്നെ അതേപോലെ നല്ല ഏരിയ ഉണ്ട്. പിന്നെ ഇതിലേക്ക് എന്തൊക്കെയോ പണികൾ നടക്കുന്നത്. പുല്ല് വെച്ച് പിടിപ്പിക്കാനാണ് തോന്നുന്നില്ലേ. പിന്നെ ഇവിടെ പൈപ്പ് ഉണ്ടോ, അതിനെ പുല്ല് വെച്ച് പിടിപ്പിക്കാനേ വെള്ളം വേണ്ടടാ, അതിനാണത്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല ടൈറ്റ് ടീമാണ്. അതായത് ഇവർ മുഗളന്മാർക്കൊന്നും കീഴടങ്ങാത്ത നല്ല ദമ്മായിട്ടുള്ള ഒരു ടീമായിരുന്നു. അതുകൊണ്ട് ഇത് ഇവരുടെ ഒരു എന്താ പറയുക ആയുധ ശേഖരണവും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇവരുടെ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ ആയുധം നിർമ്മിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. 1200-കളിൽ ചൈനയിൽ നിന്നും ആണ് ശരിക്കും ഹോം വംശർ, അതായത് ചൈനയിൽ നിന്നും ഒരാൾ, അദ്ദേഹത്തിൻ്റെ 3 ഭാര്യമാർ, 2 മക്കൾ, അതുപോലെ തന്നെ 9000 ആളുകളുമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ ഇവർ ഇവിടെ എന്താ പറയുക ബ്രഹ്മപുത്രയുടെ തീരത്ത്, കക്കാത്തിയ തീരത്ത് വന്നിട്ട് ഇവിടെ ആദ്യത്തെ എന്താ പറയുക ഒരു ഏരിയ, ആദ്യത്തെ ഇവർ വന്ന് നിൽക്കുന്ന ആദ്യത്തെ ഏരിയ ആണത്. അവിടെ ഈ നെൽകൃഷി, ഇവിടുത്തെ ആളുകൾക്കൊന്നും ഈ നെല്ലിനെ കുറിച്ച് കരനെല്ലിനെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ അദ്ദേഹം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് വിളകളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അഹോം ഒരു ജീവിത രീതി അവർക്ക് ഈ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇഷ്ടമാവുകയും അതേ തുടർന്ന് പിന്നീട് അവരെല്ലാവരും അഹോ രീതിയിലേക്ക് പോയി ആ ഒരു രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ഇവർ ഞാൻ പറഞ്ഞ പോലെ നല്ല ടൈറ്റ് ടീം. ഇവരെ ഈ പറഞ്ഞ മാതിരി ഈ ബർമാസിൻ്റെ നല്ല ടൈറ്റ് അറ്റാക്ക് ഇവർക്ക് ഉണ്ടാകലുണ്ട്. അവരുടെ വല്ലാത്തൊരു ഉപദ്രവം, അതിനെ ചെറുത്ത് നിൽപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ നല്ല ദമ്മിലാണ്. അതായത് മുഗളന്മാരെ ഇവർ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അത്യാവശ്യം നല്ല ടൈറ്റ് ടീം തന്നെയാണ് ഇവർ. അങ്ങനെ ചേർത്ത് നിർത്തിയിരുന്ന ടീമാണ് ഇവർ. പിന്നീട് ഏറ്റവും അവസാനം ആംഗ്ലോ ബർമീസ് വാർ വന്നപ്പോഴാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ കജ്ജിന്ന് പരിപാടി പോണത്. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയൊക്കെയാണ് ചെയ്തത്. ഏതായാലും നിർമ്മിതിയും നിർമ്മാണവും ഒക്കെ ഒരുപാട് വർഷക്കാലം പഴക്കമുള്ളതാണ്. തലമുട്ടണ്ടടാ. ആഹാ, സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ പോയതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ക്ലാസ് പോലും ഞാൻ എടുത്തു കൊടുക്കണമെന്നില്ല. മാഷന്മാരെ വെറുതെ വന്ന് കുട്ടികൾ കാണാന്നുള്ളതാണ്. ഇത് ഇങ്ങനെ സംഭവം. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വല്ല ക്ലാസ് കൊടുക്കണം ആവട്ടെ, ഞാൻ പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് വരുന്ന അറിയില്ല, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടാവാം. ഇനി ഇതിന്മേൽ എക്സാം ഒക്കെ ആക്കട്ടെ അവർക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത നമ്മൾ തീരുമാനിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തു കൂടെ ഒക്കെ ഇവർ കുതിരകളെ നിർത്താനും അതുപോലെ തന്നെ ധാന്യങ്ങൾ ശേഖരിക്കാനൊക്കെ ആയിട്ടുള്ള അറകൾ നിർമ്മിച്ചിരുന്നു പറയാൻ ചിലപ്പോൾ ഇതായിരിക്കും. കൊള്ളാം അല്ലേ. ഇതിലൂടെ ഇറങ്ങിയാലോ? അല്ല, മേൽഭാഗത്ത് അവിടെ കൂടിയും പോകല്ലേ. ഇവിടെയൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു, നശിച്ചു അല്ലേ. കൊള്ളാം. വാവ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഘടനയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വിളക്കുകൾ വെക്കാനത് തണുപ്പുണ്ട്. ഈ ഇഷ്ടികക്കൊക്കെ എത്രങ്ങാനും പഴക്കൊണ്ട് വെച്ചിട്ട് വെച്ച്
വർഷങ്ങൾ പഴക്കമുണ്ട്, വർഷങ്ങൾ. പിന്നെ അന്നത്തെ ആളുകൾ നല്ല ടൈറ്റ് ഇഷ്ടികയാണ് അവർ നിർമ്മിക്കണത്. അതായത് നല്ല തീച്ചോളയിട്ട് കനം കുറഞ്ഞ ഇഷ്ടിക, നല്ല ടൈറ്റ് ഇഷ്ടിക. അതാണ് ഇപ്പോൾ ദമ്മാണ് സാധനം. ഉള്ളിലേക്കൊക്കെ പോന്നാലും അതുപോലെ തന്നെ, പക്ഷേ നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. ഇരുടായോ ഭഗവാനെ, താമസിട്ടി വിട്ടോടാ. ഇത് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടത്. ഓ കൊള്ളാം, നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കണ്ട, അതിലേക്ക് അങ്ങോട്ടൊരു വഴിയുണ്ടല്ലോ. ഇവിടുന്നൊക്കെ ചാടി ആൾക്കാർ അടിയേക്ക് സ്റ്റെപ്പൊന്നുമില്ല, ഇതൊക്കെ പൊളിഞ്ഞാടാവോ. ഇതാണ് താഴത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടുത്തെ ഇവരുടെ വിലക്കാരെന്ന് പറയാം. ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ സേവകർക്കൊക്കെ നിൽക്കാനുള്ള ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴത്തായിരുന്നു. അതേപോലെ തന്നെ കുതിരാലയം, പിന്നെ ഗോക്കൾ, പിന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കുക, ഇതൊക്കെയാണ് താഴത്തെ നിലകളിൽ ആയിട്ട് അവർ ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ 7 നിലകളാണ്. അതുപോലെ തന്നെ ഇതിൽ 2 തുരങ്കങ്ങളും താഴെ ഭാഗത്തേക്ക് 3 നിലകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. താഴെ ഭാഗത്തേക്കൊക്കെ ഉള്ളത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അത് അടച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ വഴിയൊന്നുമില്ല, അത് അടച്ചിട്ടുണ്ട്. പിന്നെ 2 തുരങ്കമാണുള്ളത്, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതും അടച്ചു. ഒരു വഴി പോകുന്നത് ഇവരുടെ ആദ്യത്തെ തലസ്ഥാനത്തേക്കാണ്. ഒരു വഴി പോകുന്നത് ഇവിടെ ഒരു പുഴയുണ്ട്, നമ്മൾ വരുമ്പോൾ കാണാം, ആ പുഴയുടെ കരയിലേക്കാണ് പോകുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇറങ്ങി ഓടേണ്ടി വന്നാൽ ഒരു വഴി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും നമുക്ക് അവിടെ ഇനിയൊരു ഏരിയ ഫുള്ളൊന്ന് പോയി നോക്കാം. ഞങ്ങൾ താഴത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അതായത് നമ്മൾ 3ാമത്തെ നിലയിൽ നിന്നും 2 ഇത് ഇവിടെ നിലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന, ഇതിന് താഴത്തേക്കാണെങ്കിൽ ബാക്കി നിലകളൊക്കെ ഉള്ളത്. ഇതിൻ്റെ താഴെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയതാണ്. കൊള്ളാം, പല അറകളും ഉണ്ടല്ലോ. അതായത് മേലത്തെ നിലയിലായിരുന്നു ഇവർ രാജകുടുംബം താമസിച്ചിരുന്നത്. അതായത് ഏറ്റവും മേലത്തേൽ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പടയാളികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ താമസിക്കണ്ടേ. ഇവിടെയൊക്കെ ആയിരുന്നു ബുക്ക് വന്ന്. പക്ഷെ എന്തായാലേ ഇതിലൊക്കെ എന്തൊക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ഉപയോഗം എന്ന് നമുക്കറിയില്ലെങ്കിലും ഇതെന്താ ചെറിയൊരു വഴിയോ, ഇതിലെ വഴി ഉണ്ടാവും ചിലപ്പേ. അതിലെ ഇടങ്ങേറെ പിടിച്ച് കയറണ്ട, എന്നാലും ചെറുതന്നെ കേട്ടാ. ചെറുതന്നെയാണ്. ഒരു കിളിവാതിൽ ആരോടാ ആരടാ? ഞാനാ കോരനാ, വേണ്ട കോരൻ്റെ പോയിക്കോ. ഒരു കോമഡി പറഞ്ഞ കൊരേ. ഇതൊക്കെ നോക്കച്ചി, ഇതൊക്കെ നല്ലൊരു ഹാളാട്ടാ. വൗ, ഇവിടെ വന്നു കഴിഞ്ഞാൽ, ശിവസാഗറിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇപ്പം നമ്മൾ പോന്നിട്ടുള്ളത് ഒന്നും മിസ്സാക്കരുത് ആരും. ഇത് ചരിത്ര പ്രസിദ്ധമായുള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം കാണാനുണ്ട് അല്ലേ. പിന്നെ അന്ന് സിമെന്റ് തൊടാത്ത സാധനമല്ലേ. അരിക്കൊരു പശ, ഒരു പശ പോലെയാണ് ഒട്ടണ അരിയായിരുന്നു. ആ അരിയൊക്കെ ഇപ്പം ഉണ്ടാവോ അല്ലേ? ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കൂല, എന്നാലും ഉണ്ടെങ്കിലൊന്ന് കാണാമല്ലോ. ഇതാണ് ആ ഇഷ്ടിക, എന്താ ഈ കനമുള്ളത്. ഇതിൻ്റെ ദമ്മെന്ത് ടൈറ്റ് സാധനം അല്ലേ. ഈ ഭാഗത്തേക്ക് ഇതും കൂടി ഇവിടെയും കൂടി കവർ ചെയ്യാനുള്ളൂ നമുക്ക്. ബാക്കിയൊക്കെ നമ്മൾ പോയി. ഇവിടെ തന്നെ ചെറിയൊരു കിളിവാതിൽ അവിടെ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. കിളിവാതിൽ ദേവി, ഇതിനകത്തേക്ക് പോകാനുള്ള വഴിയത് കേരടാ. ഇത്രയും ചെറിയ വഴിയ. ഇതെന്താ ഇതിപ്പോൾ ഇതെന്തോ കാട്ടിക്കൂട്ടിയതാണ്. ഇതിനെ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാട്ടിയതാ. മേലൊക്കെ എന്തൊരു ഹോളൊക്കെ പോകണ്ടോ. സിമെൻറ്റ് വാരി എറിഞ്ഞിക്കണ് എന്തായാലും കുറച്ച് കണ്ട്. ഇത്രയും താഴ്ന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്തായിരിക്കും ഇവിടെ പരിപാടി അല്ലേ. അത് പോരാത്തതിന് 3-4 ഹോളുണ്ട്. സൂട്ടാക്കിയതാ. അവിടുന്ന് രാജാവ് ഉണ്ടാക്കും അവിടെ. നോക്കാം, നമുക്ക് മനസ്സിലാവണില്ല. ഇത് നമുക്ക് ഗൈഡൊന്നുമില്ലല്ലോ. നമ്മളുടെ ഗൈഡ് ഗൂഗിളും പിന്നെ ഇങ്ങോട്ട് മുമ്പ് പോന്നിരുന്ന ആളുകളൊക്കെയാണ് അല്ലേ. വേറെ ആരും നമുക്ക് ഗൈഡ്. ഇതും തന്നെ കിളിവാതില. പിന്നെ അങ്ങോട്ട് വലുതാക്കുകയാണ്. അങ്ങനെ പുറത്തേക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളത് വൈബ് ചുമരണ്ട.
ഇതൊക്കെ തേച്ചിക്കണെന്നുള്ളതാണോ മറ്റൊരുത്തിയതാണ് ഇഷ്ടികൊക്കെ തേച്ചിക്കണേ. സിമെൻ്റ് അല്ല, മണലുണ്ടാവില്ലേ. പോണ വഴിയിലേ വെള്ളം കണ്ടു, വെള്ളം കഴിഞ്ഞു നമ്മൾക്ക്. അപ്പോൾ 2 ക്യാന് വെള്ളം എടുത്താൽ ആ ടെൻഷൻ ഇല്ലല്ലോ. അതിനോട് പിന്നെ ടെൻഷൻ ഉണ്ടാണ്ട. അതിന് വേണ്ടി വേറെ എവിടെ നിർത്തും വേണ്ട. അതെ, ഇവ കൺമുമ്പിൽ കണ്ടു പിന്നെ വേഗം എടുത്തു. 5 ഉറുപ്പിയാണ്. അത് നോക്കണ്ട, നോക്കിയിട്ട് കാര്യമില്ല, വെള്ളമല്ലേ. ഇവിടെ മറ്റേ കാര്യം. ഇനി നമ്മൾ ഇവരുടെ പാലസിലേക്കാണ് പോകുന്നത്. ഇവരുടെ പാലസ് അത് ഇവിടുന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടതൊക്കെ ശിവസാഗറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ്. ശിവസാഗറിൽ തന്നെ ഉള്ളതാണെന്ന് പറയാം. അതായത് ശിവസാഗർ 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഇങ്ങനെ കറങ്ങി തിരിയാനുള്ള സംഭവങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ 10-14 കിലോമീറ്റർ അങ്ങനെ പോയിട്ട് കാണാം. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അതും കൂടി എടുത്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ പോയതാണ് അവിടെ ഏറ്റവും വലുതെന്നാണ് തോന്നുന്നത്. ഇത് പോയി കണ്ടു നോക്കാം, എന്താ അവസ്ഥ അറിയാം. കയറാം. അങ്ങനെ കവാടാണ് തോന്നുന്നത്. ഏതായാലും ഇതിന് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടല്ലോ, വീടും കടകളൊക്കെ ഉണ്ടല്ലോ. അവിടെ കിടക്ക് പോകുമ്പോൾ അപ്പം വരാം. അഹോം രാജവംശരുടെ കൊട്ടാരം കാണട്ടെ. കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. കൊട്ടാരം വീട്ടിൽ അപ്പുട്ടൻ അല്ലേ? കേരളത്തിലോ അതുണ്ടോ? അഹോം രാജാസ് പാലസ് ടിക്കറ്റ് ഉണ്ടല്ലേ. ഇവിടെയും തന്നെ നല്ല പൂന്തോട്ടം കാര്യമൊക്കെ ആയിട്ട് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇതും തന്നെ ഉള്ളത്. ഇതൊന്നല്ല, നമ്മളിപ്പോൾ ഇന്ന് പോയതല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് സർവേയുടെ കീഴിലാണ് ഉള്ളത്. ഇവിടെയാണ് ഇതും തന്നെ 3 നില കെട്ടിടമാണ് അല്ലേ? ഓ, സംഭവം നല്ല ലുക്ക് ഉണ്ടല്ലോ. നമ്മൾ മറ്റേ ഒരുപാട് പാലസ് നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഇവിടെ കയ്യിൽ കുറച്ച് മണി കുറവായിരുന്നു, ഡൗട്ടുണ്ട്. പൈസ കാരണം വലിയൊരു സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ കൊട്ടാരം പലയിടങ്ങളിലും നശിച്ചു പോയി. 4 ഗോപുരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫില്ലറേ ഗോപുരമല്ല, മിനാര, അതിൽ 1ൻ്റെ കുറച്ചേ ഉള്ളൂ അവിടെ. ബാക്കി ഇവിടെ ഒന്നും ഉണ്ടാവേണ്ടതാണ്. അതൊക്കെ പൊട്ടിപ്പോയില്ലേ. ഒന്ന് ചുറ്റും കണ്ടല്ലോ, ആദ്യത്തെ റൗണ്ട് ഫുൾ റൗണ്ട് നമുക്ക് പുറത്ത് കൂടെ. ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. ഏറ്റവും മേൽഭാഗത്തായിരുന്നു രാജ കുടുംബം, റോയൽ ഫാമിലി താമസിച്ചിരുന്നത്. താഴെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ധാന്യങ്ങളും ഇവരുടെ ജോലിക്കാരും പിന്നെ കന്നുകാലികൾ ഒക്കെ വളർത്തിയിരുന്ന ആദ്യം മറ്റൊരു സ്ഥലമായിരുന്നു. ഇതിലൊക്കെ ഇരിക്കാനൊക്കെ നല്ലൊരു എന്താ പറയുക, തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ വല്ലാത്തൊരു വൈബാണ്. ഈ സൈഡിലൊക്കെ പോന്നു കഴിഞ്ഞാലൊക്കെ പക്ഷേങ്കിൽ ഈ മിനാര ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ പൊട്ടി പാളീസായി പോയേക്കാണ്. ഇതാണ് ആ ഇഷ്ടിക അല്ലേ? ഇതും അതേപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കനം കുറഞ്ഞ ഇഷ്ടിക, നല്ല ടൈറ്റ് സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സിമെൻറ്റ്, ഇതൊക്കെ ഈ സിമെൻറ്റൊക്കെ ഇപ്പോൾ ഇവർ ഉപയോഗിച്ചതാവാം. അകത്തേക്കൊന്ന് കയറി നോക്കാം. വലങ്കാല് വെച്ച് കയറണ. ഫുള്ള് നല്ല സ്പേസ് ഉണ്ടല്ലോ അല്ലേ? നമ്മൾ താഴെ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ കരുതി. ഇഷ്ടംപോലെ റൂമുകളുണ്ട് അല്ലേ? ഇതൊരു വരാന്തയാണ്, ഇങ്ങനെ ഒരു നീളത്തിന് കിടക്കുന്ന വരാന്തയാണ്. ഇതൊക്കെ ഓരോരോ റൂമുകളാണ്. റൂമുകളെന്ന് പറഞ്ഞാൽ ഒക്കെ അടച്ചുറപ്പ് ഉള്ള സംഭവമല്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസേജ് ഉള്ള റൂമുകളാണ്. നല്ലൊരു ഹാളുണ്ടല്ലോ അല്ലേ? എനിക്ക് ഈ സാധനമാണ് എപ്പോഴും സംശയം. ഇത് നന്ന് വിളക്ക് കത്തിക്കുന്ന സംഭവമായിരിക്കാം അല്ലേ? ചെറിയ ചെറിയ വഴികളാണ്. ഇവർ പൊതുവെ ഹൈറ്റ് കുറഞ്ഞ ആളുകളാണെന്ന് ആണ് പറയുന്നത്. അതുകൊണ്ടാവാം ഇവർ ഇത്രയും ഹൈറ്റ് കുറഞ്ഞ രീതിയിലുള്ള വഴികൾ നിർമ്മിച്ചത്. ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അനക്കും എനിക്കൊന്നും പോകാൻ വേണ്ടി വയ്ക്കൂലല്ലോ ഇതിൻ്റെ ഉള്ളിൽ അല്ലേ? വലിയൊരു ഹോള് തന്നെ അവിടെ ഉണ്ട് കേട്ടോ, കയറണം അങ്ങോട്ട്. ഇതും തന്നെ ചെറിയൊരു വഴിയാണ് എൻ്റെ മക്കളെ. ഇതല്ല, ഇരുടാണല്ലോ. ഇതെന്താ ഫ്ലാഷോ? പിന്നെ ഓൻ്റെ അടുത്ത് ഒരു 1 ബട്ടൺ ഉണ്ട്, അതുകൊണ്ടാണ് ഫ്ലാഷ് എത്തിച്ചാൽ ഇപ്പോൾ തടാവും. എവിടെ ക്യാമറ ചെറുതായിട്ട് പൊട്ട് കണ്ട് വെക്കണം. സാധനം വന്നിക്കണം.
കൊള്ളാം, പൊളി സാധനം. ഇതല്ല വലിയൊരു ഹാളാട്ടാ, വലിയൊരു റൂം. അപ്പോൾ അതിനുള്ളിൽ പെരുന്തണുപ്പ്. എന്താ ഊട്ടിക്ക് വന്ന പോലെ. ഇതിൽ നമ്മൾ വന്നൊരു വഴിയാണ് അല്ലേ, താഴത്ത് അപ്പുറത്തൂടെ പോകാം. കൊട്ടാരത്തിൻ്റെ മേലേക്ക് കയറാനുള്ള പടികൾ. കയറിപ്പോയാൽ കൊട്ടാരത്തിൻ്റെ മേലേക്ക് എത്താം. ഇവിടെ ഒന്നും ഹൈറ്റില്ലേ, ഒന്നും ഹൈറ്റില്ല. മേലേക്ക് വന്നപ്പോൾ മേൽവാസീലിംഗ് ഹൈറ്റുണ്ട്. പക്ഷേങ്കിൽ പില്ലറൊക്കെ നല്ല അടിപൊളി പില്ലറുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇടാ. പില്ലറിൻ്റെ ഡിസൈൻ കൊടുത്താണ്. പക്ഷേങ്കിൽ ഹൈറ്റില്ല. കുക്ക് പതിലൊന്ന് പോയി കാണിച്ചു കൊടുത്താൽ എൻ്റെ അത്രയൊക്കെ തന്നെയുള്ള ഓലും ഉണ്ടായിട്ടുണ്ടാവുക. ഇതല്ല സൂപ്പറായിട്ടാണ് അല്ലേ. ഒരു പാലസ് ആകുമ്പോൾ ഇങ്ങനെ വേണം. ഇവിടെ ഒരു കിളിവാതിൽ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് നോക്കാം. കിളിവാതിലുകൾ കുറേ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ ഒരു അന്ധകാലത്തെ. ഇപ്പം നമ്മളുണ്ടാവും നോക്കുകയാണ്. ഇനി ഇതിന് മേലേക്ക് ഇനിയുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോയിരുത്തിയിട്ടാണ്. ഇതിൽ ഇഷ്ടംപോലെ വഴികളുണ്ട്. പക്ഷെ എന്താ ഇങ്ങനെയൊക്കെ നിർമ്മിച്ചെടുക്കണ്ടേ, അത്ഭുതകരമായ. പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ പോയി പോന്ന അവിടെ നിന്ന് തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിലൊരു തുരങ്കം വരുന്നത് ഇങ്ങോട്ടേക്കും കേട്ടില്ലേ. ഒരു തുരങ്കം ഇങ്ങോട്ടേക്കും, ഒരു തുരങ്കം പിന്നെ ഈ പറഞ്ഞ പുഴക്കരയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴേ എസ്കേപ്പാനെ ഇറങ്ങിപ്പായണ്ട, അല്ലാതെ പരിപാടി നടക്കില്ല. ഇത് കുറച്ചും കൂടി മേരക്കയറി എടുക്കാം നമുക്ക്. ഇതാണ് ആ ഒരു മിനാരകളുടെ അവശിഷ്ടം അല്ലേ. ഇപ്പം ഇത് മാത്രമേ നിരക്കണുള്ളൂ. ഇതിന് മേലക്കിഞ്ഞില്ലല്ലേ. ഇതാണ് ഫുള്ളായി അല്ലേ. ഇതിന് ഏറ്റവും ടോപ്പ് കൂടെ നമ്മൾ പോകാണ്ടിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ അടിഭാഗം മാത്രമേ ഉള്ളൂ, വേറെ ഭാഗങ്ങളൊന്നുമില്ല. നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് ഉണ്ടാക്കുമ്പോൾ മര്യാദയ്ക്ക് ഉണ്ടാക്കിയാണ്. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. അങ്ങനെയൊക്കെയാണ് ഈ അഹോ രാജവംശത്തിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. എല്ലാം പറഞ്ഞു എന്നല്ല, നമ്മൾക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറഞ്ഞു. അതിൽ നമ്മളെക്കാട്ടി അറിവില്ല ആളുകളുണ്ടാവും. പിന്നെ അപ്പോൾ തെറ്റുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അല്ലേ. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റിൽ തിരുത്തണം അല്ലേ. നമുക്കും ഒരു അറിവല്ലടാ. എന്നാൽ പിന്നെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങല്ലോ. ഇപ്പോൾ ഇറങ്ങാം. അടുത്ത നമ്മൾ ഇവിടെ ഇങ്ങനെ പോവാം അല്ലേ. പിന്നെ ഇവരെ ഒരു കാര്യം സമ്മതിക്കാം കേട്ടോ. ഇവിടെ 1200കളിലാണ് അവരിങ്ങോട്ട് പലായനം ചെയ്തു വരുന്നത്. വന്ന് അവരിവിടെയുള്ള ആളുകളൊക്കെ അവർ കൃഷി രീതിയും അവരുടെ ധാന്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി, അവരുടെ ജീവിതശൈലി ജീവിത രീതികളൊക്കെ പരിചയപ്പെടുത്തി. എന്നിട്ട് അവർ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു എന്താ പറയുക 9000 ആളുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാജ്യമായിട്ട് കയറുന്നു. ഒരു സാമ്രാജ്യം തന്നെ അവരിവിടെ കെട്ടിപ്പടുത്തും എന്തല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ഇവർ നോർത്ത് ഈസ്റ്റിൽ ഇവർ വലിയ ടീം തന്നെ കേട്ടോ. ഏതായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നമുക്ക് കുക്കിങ് പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. കുറച്ച് മീൻ ഇട്ടു നമുക്ക്. മീൻ കുറേ കഴിച്ചിട്ട് മീൻ കുറേ മാഷ അവിടെ നിന്ന് കഴിച്ചാൽ നമ്മൾ സാറിൻ്റെ അവിടെ നിന്ന് കഴിച്ചാൽ അന്ന് തന്നെ അവർ വാങ്ങി വെച്ചോണ്ട് കഴിക്കാൻ. നമ്മൾ മീൻ എന്നോ ഒരു ദിവസത്തെ വാങ്ങി. പോകുന്ന വഴിയിൽ മീൻ കണ്ടു. അതാ കിട്ടണേ. നമ്മൾ പോയിരുന്ന വഴിയാണ് അവിടെ. ഇവിടെ ഇങ്ങനെ ഇതൊരു പഴയൊരു ധാബയാണ്. ധാബ ഓപ്പണല്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വഴിയുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് കയറ്റി ഇവിടെ നിർത്തിയാണ്. നല്ല മുളങ്കാട്. ഇവിടെ നമ്മളെ കുക്കിങ് പരിപാടിയൊക്കെ സ്വസ്ഥത കിട്ടുന്ന സ്ഥലം അല്ലേ. ഇതുപോലത്തെ സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാണ്. ഞാൻ അതും പോരാ ഇവിടെയും പോരാ എന്നാണെങ്കിൽ ഇനിയും ആരിലൊക്കെ കാണുമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. സാധനം ഇറക്കിക്കോ. പിന്നെ അതും പോരാ, ഇനി ഇവിടെ നിന്നും പോകണമെന്നാണെങ്കിൽ അവിടെ എവിടെയും കൊണ്ട് നിർത്താം. കാരണം എല്ലാത്തിനും പറ്റിയ നല്ല സ്ഥലം. ചായ റെഡിയാണ്. ചോറ് വെച്ചു. നമുക്ക് എന്താ മീൻ കറി വെക്കണം. മീൻ കറി വെക്കാൻ വെയിറ്റിംഗ് ആണ്. ചായ കുടിച്ചിട്ടാണ് വെക്കുക. ഇത് നമുക്ക് ദിലീപ് സാർ വന്നതാണോ? ഇത് ലഡു അല്ലേ? 5 ലഡു 6 ലഡു. പിന്നെ ഇത് ഒരു സൈസ് മിഠായി. പിന്നെ ഇത് ബിസ്ക്കറ്റ്, ഒരു ബിസ്ക്കറ്റ് മിഠായിയാണിത്. ഇത് ഞങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ ഇത് പൂന്തി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം അല്ലേ. പൂന്തി. ഇതൊരു മിക്സറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവും ഈ ഒരു സാധനം. അപ്പോൾ ഇതിൽ ഈ ഇപ്പം 3 സാധനം ഞാൻ വല്ലാതെ കഴിക്കാത്ത സാധനങ്ങളാണ്. ഇത് 3 തിന്ന് തീർക്കണം. ഇന്നല്ല ആക്കം പോലെ തിന്നാൽ മതി.
ഇത് പിന്നെ നമുക്ക് ഒപ്പിക്കാം. വലിയ മധുരമില്ലാത്ത മധുരം ഇപ്പോൾ എല്ലാ പ്രായമായതുകൊണ്ടോ ഷുഗറിൻ്റെ അല്ല കേട്ടോ. മധുരം ഒരുപാട് ഇഷ്ടമല്ല. ചായയിലാണ് ഇപ്പോൾ. ഇത് എന്താ മധുരം മട്ടം? ഇത് ഉപ്പ് മധുരമാണ്. അല്ല ഇത് എന്താ മട്ടം? ചായയിൽ ചായ ഞാൻ ഉണ്ടാക്കിയത്. അവിടെ ചോദിക്കണുണ്ട്. ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് മീൻ വെക്കാം. വെക്കല്ലോ കുട്ടികളെ മീൻ വെക്കുക. വെള്ളം ഉണ്ടല്ലേ അതിൽ. ഇതിപ്പോൾ ഇത്രയും നേരം ഇത് ലൂസ് ചെയ്യുന്നു. ഇപ്പം പിടിച്ചത് ഇങ്ങനെ ആയി. എന്താ ചെയ്യാ? ഇതാ ലൂസ് അയക്കണത്. ഇല്ലാണ്ട് ക്ലിയർ ആകാത്ത ലൂസായല്ല. ചാടിയോ? Cooking. Ya Mister Boya lo kalau guide. Guide बोले Mister Boya lo ले सजा. हाँ नहीं केरला. आपका लैंग्वेज में मालूम है. लैंग्वेज समझ में नहीं आता. नहीं आता. कोई काम कर रहा है इधर उधर क्या? इधर टूरिस्ट है. टूरिस्ट? तो घूमने है? केरला से? കേരള कहाँ तक गया था? കടന്നിട്ട് വരരുത്. ലൈറ്റ് കണ്ടിട്ടാണ് ഇതൊക്കെ വരുന്നത്. മനസ്സിലായി? ഏകദേശമായി. ഇപ്പൊ തന്നെ നമുക്ക് കയറിയോ? കയറാനുള്ള സമയമായില്ലല്ലോ. കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. തക്കാളി ചാടി. ഇതാണ് നമ്മളെ മീൻ. എൻ്റെ കേക്ക് വൃത്തിയാക്കിയ മീൻ. ഈ മീനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഇവിടെ മുള്ള അല്ലേ? പോട്ടയുണ്ട്. എല്ലാവരും വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് വരി. അതെ ചെങ്ങന്മാരെ, സമയം അങ്ങനെ കുറച്ച് ആയിട്ടുള്ളൂ. 7:30 ആയിട്ടുള്ളൂ. ചെങ്ങനെ വിശപ്പുണ്ടെന്ന് അല്ലേ? ഞങ്ങളിന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഞങ്ങളിന്ന് ഒരു 11 മണിക്ക് കഴിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ശരി നേരമായപ്പോഴേക്കും നല്ല വിശന്നു. എന്താ അവസ്ഥ? അടിപൊളിയാണ്. പുളിയും ഉപ്പും ഒക്കെ ചേരുവ നല്ലതായിട്ട്. നീ നോക്കി കാര്യമായിട്ട് മെച്ചുണ്ട്. പറ്റിച്ചല്ലേ? നീ വായിച്ചിട്ടാ അറിയില്ല. എന്തായാലും മീൻ കറി അടിപൊളിയാണെന്ന് നമുക്ക് അറിയില്ല. ചെങ്ങന്മാരെ, എന്നാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അല്ലേ? ബെഡ് ഫുൾ ഓക്കെ മോനെ? സെറ്റായി. സൈഡൊക്കെ മുറിച്ചല്ലേ? ഞാനവിടെ കുറച്ചുകൂടി വർക്ക് ഉണ്ട്. അപ്പോൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നേരം കൂടി ഇരിക്കണം. സമയം അധികമൊന്നും ഇല്ലല്ലോ. എത്ര ആയി? സമയം വല്ലതൊന്നും ആയില്ല. 8:15 പക്ഷേ നേരത്തെ വയറ് നിറഞ്ഞുകൊണ്ട് ഉറങ്ങാനുള്ള ടെൻഡൻസി കൂടി അല്ലേ? പുറത്തേക്കൊക്കെ പോയാൽ ഓരോ 9 മണിൻ്റെ സമയം. 9:10 എന്നാൽ പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം പലസും ഒക്കെ കൊണ്ടുപോയി. എല്ലാവരോടും കൊണ്ടുപോയി. നമ്മൾ നാളെ എടുക്കാന്നുള്ളത് നാളെയാണ്. തീരുമാനിച്ചില്ല. അതൊക്കെ പുറത്തുനിന്ന് ആലോചിച്ച് എടുക്കണം. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീണ്ടും നാളെ വരാം. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. ബൈ.